ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാലിസിലിക് ആസിഡിനെയും ഗ്ലൈക്കോളിക് ആസിഡിനെയും പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് സിറംസ് ആണ് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും എക്സ്ഫോളിയേഷന് നല്ലതാണ്, നിങ്ങളുടെ ആ സ്കിൻ കണ്ടീഷൻ മാറ്റും, ഈ സ്കിൻ കണ്ടീഷൻ മാറ്റും എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, രണ്ടും ആസിഡ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ കാര്യങ്ങളെയാണ് നമുക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ല, സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് BHA ആണ്, ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ AHA ആണ്. നമുക്ക് സാലിസിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും രണ്ട് പോളാർ ഓപ്പോസിറ്റ് ആണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അവർക്കൊരു യോജിപ്പുണ്ട്. അതായത് നമ്മൾ ഈ വീട്ടിൽ സിബ്ലിങ്സുമായിട്ട് അടി ഉണ്ടാക്കത്തില്ല, ചില കാര്യങ്ങൾ നമ്മൾ പോളാർ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ രീതിയിൽ നമുക്കൊരു ഒത്തൊരുമ ഉണ്ടാവും. അതേ കണക്ക് തന്നെയാണ് സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും. സാലിസിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും ഓയിൽ ലവിങ് ആണ്, അതായത് ഇത് കൂടുതലും ഓയിലിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വാട്ടർ ലവിങ് ആണ്. പിന്നെ നമ്മൾ സാലിസിലിക് ആസിഡിനെ എടുക്കുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ് നമ്മുടെ ടോപ്പ് ലെയേഴ്സിലാണ്, എപ്പിഡെർമിസ് പോലെയുള്ള ടോപ്പ് ലെയേഴ്സിൽ വർക്ക് ചെയ്യും. മാത്രമല്ല ഇത് കുറച്ചും കൂടെ വലിയ മോളിക്യൂൾ ആണ് സാലിസിലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇത് പോസിനെയൊക്കെ ക്ലെൻസ് ചെയ്യാനാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് വരുമ്പോൾ കുറച്ചും കൂടെ മൈൽഡ് ആണ്, മാത്രമല്ല കുറച്ചും കൂടെ ഡീപ്പ് സ്കിൻ ലെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് വാട്ടർ ലവിങ് ആയതുകൊണ്ട് നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. മാത്രമല്ല നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ സ്കിന്നിന്റെ ഡീപ്പ് ലെയറിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ മെലാസ്മ പ്രൊഡക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്ലൈക്കോളിക് ആസിഡിന് അതേസമയം ഹൈപ്പർ പിഗ്മെന്റേഷൻ മുകളിൽ നിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ ആണ്. എന്തെന്ന് വെച്ചാൽ രണ്ടിനും നമ്മുടെ സ്കിന്നിന് ഗ്ലൂ ചെയ്തിരിക്കുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടും എക്സ്ഫോളിയേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഫേസ് വാഷ് ആയിട്ടോ ടോണർ ആയിട്ടോ അല്ലെങ്കിൽ സെറമായിട്ടോ ഒക്കെ ബേസിക്കലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് എക്സ്ഫോളിയേറ്റിംഗ് സാധനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ യൂസ് ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. എക്സ്ഫോളിയേഷൻ അവരുടെ ഒരു യൂസ് മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാലിസിലിക് ആസിഡ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓയിൽ ലവിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോസിൽ പോയി ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. സെബേഷ്യസ് ഗ്ലാൻഡിൽ ചെന്നിരുന്നിട്ട് അവിടുത്തെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. നമ്മുടെ പോസിനകത്തുള്ള വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് കളയാനും ഈ സാലിസിലിക് ആസിഡിന് പറ്റും. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡിന് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇല്ല. ഇത് പോസ് ക്ലെൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സാലിസിലിക് ആസിഡ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓയിലി സ്കിൻകാർക്കാണ്. കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിൻകാർക്കാണ് ഇത് കുറച്ചും കൂടെ നല്ലത് ഡ്രൈ സ്കിൻകാരെ കമ്പയർ ചെയ്യുമ്പോൾ. സാലിസിലിക് ആസിഡ് എടുക്കുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ മാക്സിമം 2% വരെ നമുക്ക് കൗണ്ടർ ടോപ്പ് ആയിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് 6 to 12% വരെ നമുക്ക് സെറമായിട്ടോ അല്ലെങ്കിൽ ക്രീം ആയിട്ടോ വാങ്ങിക്കാൻ കിട്ടും. 1% to 6%. സാലിസിലിക് ആസിഡ് ഈവൻ ദോ പ്രഗ്നൻസി സമയത്ത് നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ കംപ്ലീറ്റ്ലി പ്രഗ്നൻസി സേഫ് ആണ് പറയത്തില്ല. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് 6%-ന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രഗ്നൻസി സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ പിമ്പിൾസിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ആണോ സാലിസിലിക് ആസിഡ് ആണോ നല്ലതെന്ന് വെച്ചാൽ, പിമ്പിൾസ് മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് സാലിസിലിക് ആസിഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ പിമ്പിൾ പ്രൊഡക്ഷന്റെ സമയത്ത് വരുമ്പോൾ നമ്മുടെ പോസിനകത്താണല്ലോ ഈ പിമ്പിൾ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ബാക്ടീരിയാസിന് ജീവിക്കാനുള്ള സാഹചര്യം അവിടുത്തെ ഓയിലാണ്, അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡിന് പറ്റും. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ബാക്ടീരിയ കില്ല് ചെയ്യും. അങ്ങനെ നമുക്ക് പിന്നെ മാത്രമല്ല ഈ സാലിസിലിക് ആസിഡിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ മോക്കുരു വരുമ്പോഴത്തേക്ക് ഒന്ന് തടിച്ചിരിക്കത്തില്ലേ, തടിപ്പ് ഒരു റെഡ്നെസ് ഇല്ല, അതിനെ കുറയ്ക്കാനായിട്ട് സാലിസിലിക് ആസിഡിന് പറ്റും. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡിന് അത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ മെലാസ്മ ആണില്ലേ, അതായത് നിങ്ങൾക്ക് മുഖത്തിന്റെ രണ്ട് ഭാഗത്തും ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ഇല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് സാലിസിലിക് ആസിഡിനെക്കാളും ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പ് ലെയറിലോട്ട് ഇറങ്ങിച്ചെന്ന് മെലാനിൻ പ്രൊഡക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റുകയില്ല. പിന്നെ നിങ്ങൾക്ക് സൺ ടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങൾ പറഞ്ഞു, പിന്നെ കുറച്ച് അതിന്റെ ഒരുമിച്ചുള്ള ഉപയോഗവും പറഞ്ഞു. സൺ ഡാമേജ് കാരണമുള്ള ചെറിയ ചെറിയ കുത്തൊക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താലും മതി, ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താലും മതി. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുത്ത് ഒരിക്കലും നമ്മൾ ഡീപ്പ് ലെയറിലോട്ട് ഇറങ്ങി ചെല്ലുന്ന സാധനമല്ല, നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ സൺ ഡാമേജ് പെട്ടെന്നുള്ള ആ ചെറിയ ചെറിയ കുത്തുകൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. മെലാസ്മ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ ടൈം എടുക്കുന്നതും ആ
ലെയർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റും. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താലും പറ്റും. പക്ഷെ നമുക്ക് മെലാസ്മയുടെ സമയത്ത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതല്ലാത്തതുകൊണ്ട് നമുക്കത് പറ്റുകയില്ല. സാലിസിലിക് ആസിഡ് കുറച്ച് വലിയ മോളിക്യൂളാണ്. ലിപ്പിഡ് ലവിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ മോളിക്യൂളാണ്. ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ചും കൂടെ ചെറിയ മോളിക്യൂളാണ്. പിന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ബേസിക്കലി ഒരു എക്സ്ഫോളിയേറ്റിംഗ് സാധനം ആയതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് സിറവും ഗ്ലൈക്കോളിക് ആസിഡ് സിറവും രണ്ട് സെപ്പറേറ്റ് ബോട്ടിലാണ്. ഒരേ ബ്രാൻഡ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടിന്റെയും ഫോർമുലേഷന്റെ സമയത്ത് രണ്ടിന്റെയും pH സ്കിൻ നമ്മുടെ ഭയങ്കര കുറഞ്ഞതായിരിക്കും. അപ്പൊ അത്രയും ലോ pH ഉള്ള രണ്ട് സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് സ്കിൻ കെയറിലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. കാരണം ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മുടെ സ്കിൻ pH വെച്ചിട്ട് വേണം കളിക്കാൻ. ചില സമയങ്ങളിൽ ഇത് രണ്ടും ലോ pH ഉള്ള സാധനം നമ്മുടെ വീണ്ടും സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ സ്കിന്നിന്റെ pH വ്യത്യാസം വരികയും സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ് ഇത് ഒരുമിച്ച് ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടോ? ഇല്ല. എക്സ്ഫോളിയേഷൻ ഇത് ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കെമിക്കൽ പീൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ കെമിക്കൽ പീലിന്റെ എക്സ്ഫോളിയേഷന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കെമിക്കൽ പീൽ ചെയ്യുമ്പോൾ ഒരു 15% അല്ലെങ്കിൽ 10%-ലൊക്കെ AHAs, പിന്നെ 2% BHA അല്ലെങ്കിൽ 1% BHA അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് AHA എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് 15-20% വരെ നമ്മൾ മാക്സിമം ഒരു എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ നമ്മൾ BHA വരുമ്പോഴത്തേക്ക് 1 to 5% വരെയൊക്കെയാണ് മാക്സിമം എടുക്കുന്നത്. 5 പോകാല്ല, 2 ഒക്കെയാണ് മാക്സിമം എടുക്കുന്നത്. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് നമുക്ക് 2% വരെ മാക്സിമം സ്കിൻ കെയറിലോട്ട് നോർമലി വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡ് കെമിക്കൽ പീലിൽ വരുമ്പോൾ തന്നെ മാക്സിമം ഒരു 20% അല്ലെങ്കിൽ 20% വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു അതിന്റെ ഒരു സ്ട്രെങ്തിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഗ്ലൈക്കോളിക് ആസിഡ് ഒരു 20 വരെ സ്ട്രെങ്ത് പെർസെന്റേജ് വരെ യൂസ് ചെയ്തിട്ട് നമുക്ക് സാലിസിലിക് ആസിഡ് 2% വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് രണ്ടുമാണ് വ്യത്യാസം. പിന്നെ അടുത്ത് നിങ്ങളുടെ മുഖത്തൊരു മോക്കുരു വന്നാൽ നിങ്ങൾ സ്പോട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ആണോ യൂസ് ചെയ്യുന്നത്, സാലിസിലിക് ആസിഡ് ആണോ യൂസ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പിമ്പിൾസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് വെച്ചിട്ടാണ്. അപ്പൊ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും സാലിസിലിക് ആസിഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാലിസിലിക് ആസിഡ് 12% വരെ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിമ്പിൾസിന്റെ അവിടെ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സ്പോട്ട് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാം. എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മോക്കുരു വന്നിട്ട് അവിടെ ഒരു കറുത്ത പാട് വന്നു തുടങ്ങിയില്ല, അത് സൂപ്പർഫിഷ്യൽ ആയിട്ടായിരിക്കും കൂടുതൽ ആ പാട് ഉണ്ടാവുക. ഈ സമയത്ത് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ക്രീമോ ഹൈ കോൺസെൻട്രേഷനുള്ളത് ആ ഭാഗത്ത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് സ്പോട്ട് ട്രീറ്റ്മെന്റിൽ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞു സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നമുക്ക് ഒരുമിച്ച് ഒരു ബോട്ടിൽ വരെയാണെങ്കിൽ ഉപയോഗിക്കും, അല്ലാണ്ട് സെപ്പറേറ്റ് ബോട്ടിലുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ കൂടെ നമുക്ക് ഏതൊക്കെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡിനോട് ഏതൊക്കെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാം? അണ്ടർലൈൻ പോയിന്റ്, ഞാൻ സിറങ്ങളുടെ കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത്, മോയ്സ്ചറൈസേഴ്സിന്റെയോ ടോണേഴ്സിന്റെയോ കാര്യമല്ല. അപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി കൂടെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ദോ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സാലിസിലിക് ആസിഡ് വിറ്റാമിൻ സി ഒരുമിച്ച് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് തന്നെ നമുക്ക് ആ കുപ്പി തന്നെ നമുക്ക് സൺലൈറ്റ് പോലും കയറാത്ത കുപ്പി അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ഫോക്സ്റ്റൈലിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അത്രയും എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന്റെ സ്ട്രക്ചർ മാറുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സ്കിൻ ആ ഒരു ഓക്സിഡൈസേഷൻ വരുന്ന കാരണം നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് വരും. അതിനെപ്പറ്റി വിറ്റാമിൻ സിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓക്സിഡൈസേഷൻ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് ഞാൻ വിറ്റാമിൻ സിയുടെ വീഡിയോ ലൈക്കായിട്ട് കൊടുക്കുക, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാലിസിലിക് ആസിഡ് സിറം വിറ്റാമിൻ സി സിറം കൊണ്ട് ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വിറ്റാമിൻ സിക്ക് ഫംഗ്ഷൻ ഇല്ലാണ്ടായിപ്പോൾ ചില സമയത്ത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരും. പക്ഷേ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് കോംബോ ആണ്. കാര്യം എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് നമ്മുടെ ഓയിൽനെസ്സിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും, നമ്മുടെ സ്കിന്നിന്റെ pH ഒന്ന് അസിഡിക് ആക്കുകയും ചെയ്യും. അതിനകത്തോട്ട് നമ്മൾ വിറ്റാമിൻ സി കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സിയുടെ എഫക്റ്റ് ഒന്നും കൂടെ ഇതാക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സെറം ടൈപ്പ് ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡെമോക്കോയുടെ ഒക്കെ വിറ്റാമിൻ സി അല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഒക്കെ ബോട്ടിൽ സാധാരണ ബോട്ടിൽ വരുന്നതാണെങ്കിൽ ഫില്ലർ ടൈപ്സിലൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നിൽ വേണം എപ്പോഴും അപ്ലൈ ചെയ്യാം. അതേസമയം അല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ക്രീം ടൈപ്പിൽ വരുന്ന വിറ്റാമിൻ സി ആണെങ്കിൽ, അതായത് ഫോക്സ്റ്റൈലിന്റെ ഒക്കെ വിറ്റാമിൻ സി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ സാലിസിലിക് ആസിഡ് സിറവും വിറ്റാമിൻ സി സിറം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും വിറ്റാമിൻ സി സിറവും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡിനോട് യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം ഈ നമ്മുടെ സ്കിന്നിനെ വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കും. സാലിസിലിക് ആസിഡും റെറ്റിനോളും അത്യാവശ്യം അസിഡിക് നേച്ചറുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആകും. അതേസമയം നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനൂടെ റെറ്റിനോൾ ഉപയോഗിക്കാൻ പറ്റും. വിറ്റാമിൻ സി റെറ്റിനോൾ. ഇനി അടുത്താണ് AHAs, അതായത് ഗ്ലൈക്കോളിക് ആസിഡും
ലാക്റ്റിക് ആസിഡ്. നിങ്ങൾ ലാക്റ്റിക് ആസിഡ് സിറപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ സാലിസിലിക് ആസിഡും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ പീലിംഗ് സൊല്യൂഷനിൽ വരുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇനി സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷും എടുക്കുകയാണെങ്കിൽ ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് പറ്റിയ ഏറ്റവും നല്ല ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് ആണ്. നോർമൽ സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും പറ്റിയ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് എപ്പോഴും ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം നമുക്ക് വിറ്റാമിൻ സി സെറമോ റെറ്റിനോളോ ഒക്കെ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. പറ്റും. ആക്ച്വലി നല്ലതാണ് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്ന്. അതുപോലെ തന്നെയാണ് റെറ്റിനോൾ. പിന്നെ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡും അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറോ ഫേസ് വാഷും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ HA ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടും കിട്ടും, അല്ലെങ്കിൽ ടോണേഴ്സ് എന്ന് പറഞ്ഞിട്ടും കിട്ടും. ഈവൻ തോ നിങ്ങൾ ടോണേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി ഡെയിലി യൂസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 4 ദിവസമോ 3 ദിവസമോ മാത്രമേ ആ ടോണർ യൂസ് ചെയ്യാനും പാടുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വിറ്റാമിൻ സിയും റെറ്റിനോളും സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, സെറം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സിറവും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടുത്തത്, ഇനി ഈവൻ തോ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ സ്കിൻ കെയർ റൊട്ടീനിലും സാലിസിലിക് ആസിഡ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷും ടോണറും സിറവും മോയ്സ്ചറൈസറും എല്ലാം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഓവറായിട്ട് കോൺസെൻട്രേഷൻ സാലിസിലിക് ആസിഡ് കൊടുക്കുകയാണ്. നമുക്ക് ബേസിക്കലി 2% വരെ മാക്സിമം സാലിസിലിക് ആസിഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതലാകുമ്പോൾ നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവുകയും ബ്രേക്ക്ഔട്ട്സ് വരികയും ചെയ്യും. സെയിം ഗോസ് ടു ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ നിങ്ങൾക്ക് ലാക്ടേഷന്റെ സമയത്ത് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷും സിറവും ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇനി ഏതൊക്കെ സ്കിൻകാർക്ക് സാലിസിലിക് ആസിഡ് സിറവും ഗ്ലൈക്കോളിക് ആസിഡ് സിറവും യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വീക്കിലി എത്ര ടൈം യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് ഒരു വീക്കിൽ മാക്സിമം, അത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്കിന്നിന് ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് ടൈം കിട്ടും. പിന്നെ നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിന്നാണ് എന്നെ പോലത്തെ എങ്കിൽ നിങ്ങൾ നമ്മുടെ മൂക്കിന്റെ, അതായത് നമുക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളത് അവിടെ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് നോർമൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ വീക്കിലി 2 ടൈംസ് മാത്രമേ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡ് സിറം എടുക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. പക്ഷേ വീക്കിലി 3 ടൈം യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ 4 ടൈം മാക്സിമം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ടുള്ള മെലാസ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിവോ ആ മുറിവിന്റെ കറുത്ത പാടോ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസിന്റെ ഡാർക്ക് സ്പോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറം ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ 4 വീക്സിൽ ഡേയ്സിനേക്കാളും ഏറ്റവും ബെസ്റ്റ് 3 വീക്സ് യൂസ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും നൈറ്റിലേ യൂസ് ചെയ്യുള്ളൂ. മോർണിംഗിൽ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. കാരണം സാലിസിലിക് ആസിഡ് നമ്മൾ ഒരിക്കലും ഫോട്ടോ സെൻസിറ്റീവ് ആക്കത്തില്ല, പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഡെയിലി ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വീക്കിലി ഒരു 3 ദിവസം ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് മെലാസം പോലെയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേൺ മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവിന്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറം ആണ് യൂസ് ചെയ്യുന്നത്, സാലിസിലിക് ആസിഡ് സിറം അല്ല. കാര്യം സാലിസിലിക് ആസിഡ് നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനേ പറ്റൂ, ഡീപ്പിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റില്ല. സോ അവർക്ക് എപ്പോഴും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ് ആണ്. നമ്മൾ ഹെയർ കെയറിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും യൂസ് ആവും നോക്കാം. നിങ്ങളുടേത് എക്സ്ട്രീംലി ഓയിലി ഹെയർ ആണ്, അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ആണ്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ആണ്. കാരണം നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാലിസിലിക് ആസിഡിന് ആന്റി ഇൻഫ്ലമേറ്ററി നേച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡാൻഡ്രഫ് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയാനും സാലിസിലിക് ആസിഡിന് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഷേവ് ചെയ്തതിന് ശേഷം ഒരു ഇൻഗ്രോൺ ഹെയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ നല്ല ഹെയറിനകത്ത് ഓയിൽനെസ് വരും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഡ്രൈ ഫ്ലേക്കി അപ്പിയറൻസ് നമ്മുടെ ഹെയറിലുണ്ട്, അപ്പൊ നമുക്കൊരു എക്സ്ഫോളിയേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അത് ടോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ടോണേഴ്സ് യൂസ് ചെയ്താൽ മതി ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ നിങ്ങളുടെ ഓയിലി ഹെയർ ആണ്, നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി 2 പ്രാവശ്യം 3 പ്രാവശ്യം സാലിസിലിക് ആസിഡ് സീറം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് 2 hours to 3 hours കഴിഞ്ഞിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സെയിം ഗോസ് ടു ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് സിറത്തിനേക്കാളും നല്ലത് നമ്മുടെ ടോണേഴ്സ് ആണ്, അതൊരു 7% വരെ കിട്ടും. അത് ഡെയിലി യൂസ് ചെയ്ത് വീക്കിലി 3 പ്രാവശ്യം 4 പ്രാവശ്യം യൂസ് ചെയ്യാം. പിന്നെ ഇത് രണ്ടിൽ ഏത് യൂസ് ചെയ്യണമെങ്കിലും എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം നിങ്ങൾ
നിങ്ങളുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ബോഡിയിൽ ഒരുപാട് കെരാറ്റോസിസ് പൈലാരിസ് അല്ലെങ്കിൽ ഇൻഗ്രോൺ ഹെയർ ഗ്രോത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ബോഡി വാഷ് ആണ് നല്ലത്? ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് ആണ് നല്ലത്. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങളുടെ ഇൻഗ്രോൺ ഹെയർ ഗ്രോത്തിനെ മാറ്റുകയും മാത്രമല്ല നിങ്ങളുടെ സ്കിൻ ടെക്സ്ചറിനെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ആക്നി മാർക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് ബാക്ക് ആക്നി ആണില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് ആണ്. കാരണം ആ നിങ്ങളുടെ പിമ്പിൾസിനെ മാറ്റാനായിട്ട് ബാക്ക് ആക്നിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിൽ HA BHA ബോഡി വാഷസ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താലും മതി. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡിനെയും ഗ്ലൈക്കോളിക് ആസിഡിനെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കുക, അതൊന്ന് കയറി കാണുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, നമുക്ക് ട്യൂസ്ഡേയിലെ ക്വസ്റ്റ്യൻ എല്ലാം തീർക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.